അവസ്ഥ എവിടെ നിന്ന് ആരംഭിച്ചു? മനസ്സ് എന്ന് പറഞ്ഞ ഈ ലോകം എങ്ങനെ നിങ്ങളുടെ കണ്ണിന് മറക്കും? നിങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ സൂര്യോദയത്തിലാണ് നടക്കുക. കണ്ണ് തുറക്കുമ്പോൾ നിങ്ങൾക്ക് ഇരുട്ടാവും. കണ്ണ് തുറന്നിരുന്നിട്ടും കണ്ണടച്ചിരുന്നിട്ടും സാധന ചെയ്യണം. എൻ്റെ നാവിൻ്റെ അടിയിൽ കൂടി അമർത്ത് കൂടി അതാണ് ഭക്ഷണം. ബാഗിലോടത്തെ ഭക്ഷണമില്ലേ, ശുശ്രൂഷയിൽ നിന്ന് അമർത്ത് കൂടി നാവിൻ്റെ അടിയിൽ നിന്ന് അമർത്ത് ഇങ്ങനെ വരും. അതാണ് മിതിയിൽ കൂടി, അതാണ് തൻ്റെ ഭക്ഷണം. അവസ്ഥയാണ് ബ്രഹ്മാനന്ദ യോഗി. അമ്മ ഇവിടെയാ സമാധി യോഗം. അമ്മ ഇവിടെയാണ്. ആ അമ്മയാണ് ഉള്ള ആളാണ് ഞാൻ. മരിച്ചു കിടക്കണ അമ്മ എന്നെ കണ്ടപ്പോൾ ദേവലോകത്ത് ദേവകനിയിരിക്കുകയാണ് ക്ഷോഭം. എന്നെ കണ്ടപ്പോൾ വിട്ടു സന്താനം വന്നോ? അപ്പം അമ്മ ശീലിച്ചു. മരിച്ചു കിടന്ന അപ്പോൾ മരിച്ചു കിടന്നാലും തൻ്റെ മക്കൾ തൻ്റെ ശിക്ഷ വന്നാൽ മരിച്ച ബോഡി കൊണ്ട് മരിച്ചു കിടക്കണ അമ്മ ഞാൻ ചെന്ന് പോകണം. ആ സന്താനം തന്നോ? അവർക്ക് ഞങ്ങൾ എന്താ പോകുന്നു ആളെ ഞാൻ മരിച്ചു കിടന്ന അമ്മകളാണ് സന്താനം. അപ്പം അമ്മ എന്തിരിക്കാൻ പോകും? കേൾക്കാൻ ജന്മം സ്ഥാപിച്ചിട്ടൊന്നും എഴുതി വെച്ചാൽ കാണാൻ എന്തെങ്കിലും ജന്മം എൻ്റെ അവസ്ഥയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പറ്റില്ല. തടസ്സുകളിൽ പറ്റില്ല. ഞാൻ അങ്ങ് അറ്റെത്തിയാണ്. ഞാൻ ആ അറ്റത്ത് നീ ചെറുതായിട്ട് നിന്ന് ഒരു മോഡലായിട്ട് എത്തിയിരിക്കുക. ഞാൻ ഈ കാണുന്ന പ്രകാശമണ്ഡലാണ്. എൻ്റെ പ്രകാശത്തിലാണ് നിങ്ങൾ ഉണർന്നു. പക്ഷെ ഞാൻ നിങ്ങളൊക്കെ ഒരു വെറും തലയിലെ പേര് ഇത്ര ചെറുതാവാൻ ഒരു അവസ്ഥ ഒരു സംഗതി ഒരു തവണകളൊന്നും ഈശ്വര പോയി അക്ഷരം പഠിക്കാത്ത ആളാണ്. അക്ഷരപാത്രമല്ല അക്ഷരങ്ങളാണ് പറഞ്ഞത്. ഇത്ര ക്ഷണാലേ രാമായണം എത്ര പേജ് വായിച്ച അവസാനിക്കുമ്പോൾ നമ്മൾ പഠിച്ചു പറഞ്ഞാൽ രാമായണത്തിൻ്റെ അർത്ഥം മുഴുവൻ പറഞ്ഞതിൽ കിട്ടും. രാമ എന്ന അക്ഷരം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ വെറുതെ സമയം കളയണം. വെറുതെ വായിച്ച് സമയം കളയണം. ശ്രീരാമ ആ അക്ഷരം മാത്രമേ ഉള്ളൂ രാമായണം. ബാക്കിയൊക്കെ പഠിച്ചെടുത്ത് വായിക്കാൻ എഴുതി വെച്ചിരിക്കുക. ആ രാമ എന്നുള്ള അക്ഷരത്തിൻ്റെ അപ്പുറത്തേക്ക് മാത്രം പോയില്ല. ആ രാമ എന്നുള്ള അക്ഷരം 66,000 കൊല്ലം തപസ്സേണ്ടി ഒന്ന് വായിക്കുകയാണ്. രാമാന്ന് അക്ഷരം നാവിൽ വന്നപ്പോൾ തപസ്സമാണ്. അദ്ദേഹത്തെ പോലെ ഒരു കൃഷി ഉണ്ടായിട്ടില്ലല്ലോ. രാമന ഭീമനെന്ന് പറഞ്ഞ രാമാന്നുള്ള അക്ഷരം വന്നു ചെതിലും ഉച്ചി. അപ്പൊ നല്ല തപസ്സിനാവില്ല. ആ രാമാനെ അപ്പൊ അതിന് വലിയ മംഗളില്ല. എന്തും നിങ്ങൾ പറയാം. ഞാൻ പറഞ്ഞില്ലേ യേശുദാസ് പാടി ദശാരണ പറ്റില്ല. ഞാൻ പാടി പാട്ട് യേശുദാസ് എത്ര വലിയ ആളാ, എത്രയേ ലാളിത്യം, എത്രയേ സ്നേഹം, എത്ര ചെറിയ നിലയ്ക്ക് എത്തി. പാടി 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 കുട്ടി ഉറങ്ങി അല്ലേ? എത്ര ആൾക്കാർ പാടിയത് ഇത്ര ഭംഗിയാവില്ല. അത് മറ്റുള്ളവർ പാടുമ്പോൾ താരാട്ട് പാട്ടാന്ന് തോന്നും. ഇത് താരാട്ട് പാട്ടല്ല. ഏക മകൻ സന്യസിക്കാൻ ആൾക്കാർ നഷ്ടപ്പെട്ടതിൻ്റെ മനസ്സിൻ്റെ കാരണം, മനസ്സിൻ്റെ വിഷമമാണ്. താരാട്ടോട്ട പാട്ടല്ല. എൻ്റെ മകൻ പോയി സന്യസിക്കാനായില്ല. എൻ്റെ മകൻ പോയില്ല. എൻ്റെ മനസ്സ് എവിടെ നിന്ന് ആരംഭിച്ചു? മനസ്സ് എന്ന് പറഞ്ഞ ഈ ലോകം എങ്ങനെ നിങ്ങളുടെ കണ്ണിന് മറക്കും? നിങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ സൂര്യോദയത്തിലാണ് നടക്കുന്നത്. കണ്ണ് തുറക്കുമ്പോൾ നിങ്ങൾക്ക് ഇരുട്ടാവും. കണ്ണ് തുറന്നിരുന്നിട്ടും കണ്ണടച്ചിരുന്നിട്ടും സാധന ചെയ്യണം. എൻ്റെ നാവിൻ്റെ അടിയിൽ കൂടി അമർത്ത് കൂടി അതാണ് ഭക്ഷണം. ബാഗിലോടത്തെ ഭക്ഷണമില്ലേ, ശുശ്രൂഷയിൽ നിന്ന് അമർത്ത് കൂടി നാവിൻ്റെ അടിയിൽ നിന്ന് അമർത്ത് ഇങ്ങനെ വരും. അതാണ് മിതിയിൽ കൂടി, അതാണ് തൻ്റെ ഭക്ഷണം. അവസ്ഥയാണ് ബ്രഹ്മാനന്ദ യോഗി. അമ്മ ഇവിടെയാ സമാധി യോഗം. അമ്മ ഇവിടെയാണ്.
അമ്മയെ കണ്ട് ഉള്ള ആളാണ് ഞാൻ. മരിച്ചു കിടക്കണ അമ്മ എന്നെ കണ്ടപ്പോൾ ദേവലോകത്ത് ദേവനീകരിക്കുന്ന സുഖം എന്നെ കണ്ടപ്പോൾ നന്നായിട്ട് വന്നോ. അപ്പം അമ്മ ചിരിച്ചു. മരിച്ചു കിടന്ന അപ്പോൾ മരിച്ചു കിടന്നാലും തൻ്റെ മക്കളെ തൻ്റെ ശിക്ഷ വന്നാൽ മരിച്ച പൊടി കൊണ്ട് മരിച്ചു കിടക്കുന്ന അമ്മ ഞാൻ ചിലപ്പോൾ ആ സന്താനം വന്നു. ഞങ്ങൾ എന്താ പറയുന്നത് ആളെ ഞാൻ മരിച്ചു കിടന്ന അമ്മ കൊണ്ടാണ് സന്താനം വന്നു സന്തോഷം. അപ്പം അമ്മ എന്തിരിക്കാൻ പോകുന്നു.